ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ കെയറിൻ്റെ ആട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട് ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കുറച്ചായില്ലേ, ഇടയ്ക്ക് വല്ല ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് എൻ്റെ ഒരു ഹോണസ്റ്റ് മുടി മുറിച്ചതിന് ശേഷമുള്ള എന്തൊക്കെ ചെയ്തത് കൊണ്ടും എന്തൊക്കെ കൂടുതൽ ആഡ് ചെയ്തത് കൊണ്ടാണ് മുടിക്ക് നല്ല എന്താ പറയുക, പണ്ടത്തെ മാതിരി തന്നെ മുടി നല്ലോണം പെട്ടെന്ന് ഗ്രോത്ത് വരാനും പിന്നെ അതുപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടും പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് ഫാസ്റ്റ്ലി നമുക്ക് ആ ഹെയറിൻ്റെ എന്താ പറയുക ഗ്രോത്ത് ഒക്കെ നല്ലോണം വരുന്ന മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ കാര്യം എൻ്റെ റുട്ടീനാണ്. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ജിമ്മിലൊക്കെ പോണേ മുന്നേ വീക്കിലി 3 തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അതായത് ഒരു തവണ എന്തായാലും ഓയിൽ യൂസ് ചെയ്യും, പിന്നത്തെ ഒരു തവണ ഒരു പാക്ക് ഇടും, പിന്നെ ചിലപ്പോൾ വെറുതെ കഴുകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മുടെ സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഒരു 3 ടൈംസ് ആണ് ഹെയർ കഴുകാറ്. പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിയർപ്പ് പെട്ടെന്ന് വരുന്ന ആളാണ്. ജിമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ വിയർപ്പൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒറ്റ വീണിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഒരു ഓയിലി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മുടി നല്ലോണം നനയും, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ മാതിരിയാണ് ഞാൻ വരിക വീട്ടിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ വിയർപ്പ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരുന്ന് മുടി ഒന്നും കൂടി ഡാമേജ് ആവണതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നും ഹെയർ വാഷാണ്. ഇപ്പോൾ സൺഡേ ചിലപ്പോൾ ഞാൻ വാഷ് ചെയ്യില്ല, കാരണം സൺഡേ ജിമ്മിൽ പോകാറില്ല. പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഹെയർ കഴുകും, തല കഴുകാറുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോയിൽ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റി, റീസെൻ്റ്ലി ഉള്ള വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹെയർ വാഷാണ് മിക്കതിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതാണ് റുട്ടീൻ. പിന്നത്തെ വന്നിട്ട് ഞാൻ ഒരു ദിവസം ഹെയർ ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ച് അറിയാമെന്നില്ല, സെർപ്സിൻ്റെ ഹെയർ ഓയിലാണ്. അത് തന്നെയാട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ മുടിക്ക്. വേറെ ഇപ്പം നമ്മുടെ 2 ഡെലിവറി കഴിഞ്ഞു, രണ്ടാമത്തെ ഡെലിവറി നിങ്ങളൊക്കെ കണ്ണിങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക മുടി കൊഴിച്ചൽ, ആ ഒരു പോസ്റ്റ്മോർട്ടം, ഹെയർ ലോസ്, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്നും അങ്ങനെ വല്ലാണ്ട് മനസ്സിലാവാണ്ട്, അതായത് ഹെയർ ലോസ് ആയല്ലോ അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഭയങ്കരമായും നാശമായല്ലോ എന്നൊക്കെ വല്ലാണ്ട് തോന്നിക്കാണ്ടൊക്കെ എന്നെ രക്ഷിച്ചത് നമ്മുടെ നിലാ സെറപ്സിന്റെ ഹെയർ ഓയിലാണ്. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ മുടി ഇങ്ങനെ ഷൈനി ആയിട്ട് കിടക്കണത്, ഇത്രയ്ക്ക് ഷൈനി ആയത് ഈ ഹെയർ ഓയിൽ. എൻ്റെ മുടി ഓൾറെഡി ഓയിലി ആണെങ്കിലും പക്ഷെ ഇത്ര ഇങ്ങനെ ഷൈനി സിൽക്കി മാതിരി ഇങ്ങനെ കിടന്നിരുന്നില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഹെയർ ഓയിലിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭയങ്കരമായ ഫ്രിസി ഹെയർ ഉള്ളവർ വരെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അവരുടെ മുടിക്ക് ഒരുപാട് സ്മൂത്ത് ആയി കിടക്കണ ആ ഒരു ഫീലാണ്. അതുപോലെ തന്നെ ഹെയർ നന്നായി ഫാസ്റ്റ്ലി വളരാനും നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലതാട്ടോ. അപ്പൊ ഇതിന്റെ 2 ബോട്ടിൽ ഇപ്പൊ അവൈലബിൾ. ആദ്യം 500 ml മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ്, എപ്പോഴും വരും. നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളും അങ്ങനെയുള്ളവരൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി 200 ml ബോട്ടിൽ ഒന്ന് ഇറക്കുമെന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാരി ചെയ്യാനൊക്കെ എളുപ്പത്തിനൊക്കെ ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 200 ml ഇതിപ്പോ 500 ആണ്, 200 ml ബോട്ടിലും കൂടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൂടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈനിൽ നിങ്ങൾ ഗൂഗിളിൽ നിലാസ് കാർട്ടൺ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റും കൂടി കാണാൻ പറ്റും. അപ്പൊ ഇത് എപ്പോഴും ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ കുലുക്കിയിട്ട് വേണം, കാരണം ഇതിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2-3 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ലോണം കറുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹെയർ ഓയിലിൽ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എണ്ണ കാച്ചിയത് ഒഴിക്കുമ്പോഴാണ് ഈ ഇൻഗ്രീഡിയൻസ് കുപ്പിയിലാണ് ഇടുന്നത്, അതായത് പാത്രഭാഗം എന്ന് പറയും. അപ്പം നമ്മൾ നല്ലോണം അങ്ങനെ ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ നല്ലൊരു ചെറിയൊരു പച്ച കളറുള്ളത് ചെറിയൊരു കറുപ്പിലേക്ക് മാറണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് വേണം കേട്ടോ അത് എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. എപ്പോഴും മറക്കരുത്, നന്നായിട്ട് കുലുക്കിയിട്ട് ഹെയർ ഓയിൽ ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പം ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഡാർക്ക് കളറായുണ്ട്. ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറക്കുട്ടി തുടങ്ങിയിട്ട് എല്ലാവരും ഇതാ യൂസ് ചെയ്യണത്. അപ്പോൾ പാറക്കുട്ടിക്ക് ഞാൻ ആദ്യം ഇതിൽ നല്ല തണുപ്പും നെല്ലിക്കയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്, നമ്മുടെ എന്താ പറയുക ഭൃംഗരാജൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പാറക്കുട്ടിയുടെ പോലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക കഴുകുക അങ്ങനെ മാത്രം ആദ്യം യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ ഉണ്ണിയോൾക്ക് ചിലപ്പോൾ ചില ഉണ്ണിയോൾക്ക് തണുപ്പ് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുപ്പ് വല്ല ജലദോഷം നീരൾക്കൊക്കെ വരുന്ന സാധ്യത ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോട്ടെ നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം എടുത്ത് പറഞ്ഞത് ജസ്റ്റ് ഞാൻ അങ്ങനെയാണ് പാറക്കുട്ടിക്ക് ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യം തന്നെ.
അപ്ലൈ ചെയ്യുക, ജസ്റ്റ് കഴുകി കളയുക, അപ്ലൈ ചെയ്യാൻ വെക്കില്ല അങ്ങനെ. ഇപ്പം അവൾക്കത് ഓക്കെ ആയി, കാരണം സ്ഥിരം യൂസ് ചെയ്ത് അവൾക്കത് ഓക്കെ ആയി. അങ്ങനെ ചെയ്തിട്ട് പതുക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് പിന്നെ കഴുകാം, അപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ഓയിൽ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഹെയർ ഓയിൽ യൂസ് ചെയ്യും. പിന്നെ തണുപ്പ് കാലം വരുമ്പോൾ ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്യണ ഇത് കുറച്ചൊന്ന് മാറ്റും. അത് നമ്മുടെ സീസൺ അനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണതിൻ്റെ ആ ഒരു എന്താ പറയുക രീതിക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യണം. ഇനിയിപ്പോൾ മഴക്കാലൊക്കെ അല്ല വരുന്നത്. രണ്ടാമത്തെ കാര്യം പാക്കാണ്. ഇപ്പം ഞാൻ ഒന്നുമില്ലാത്തൊരു ബോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഷോപ്പിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇരിക്കണത്, വീട്ടിലില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തുകൊണ്ട് വരിക ചെയ്യുക. അങ്ങനെ ഷോപ്പിൽ നിന്ന് എല്ലാം കൂടി നമ്മുടെ വീട്ടിലല്ല വെക്കുക. അപ്പോൾ വളരെ സെക്യൂർ ആക്കി വെക്കുക. കാരണം നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലൈസൻസ് മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും പ്രൊഡക്ട്സുകളൊക്കെ വളരെ ഇങ്ങനെ അലസമായ വീടുകളിലിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും സെക്യൂർ ആക്കി അതിന് എപ്പോഴും ഒരു സ്ഥലത്ത് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ ഷോപ്പ് ഉണ്ട് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീർന്നു. ഇന്നലെ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തതാ. അതാണ് തീർന്ന ബോട്ടിൽ കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നല്ല, ഇത് നമ്മുടെ നിലാസറിപ്സിന്റെ ഹെയർ പാക്കാണ്. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഏതൊക്കെയാണ് എനിക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നന്നായിരുന്നു പറഞ്ഞുതരാം. ഇപ്പോൾ മെയിനായിട്ട് എപ്പോഴും പടപടയെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇതിൽ വന്നിട്ടൊരു 10-27 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഉലുവ, കരിഞ്ജീരകം, നമ്മുടെ ജഡാമാഞ്ചി, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കടല പൊടി, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇപ്പം എല്ലാം കൂടി നിന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ കുറേയധികം ഇൻഗ്രീഡിയൻസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ മുടിക്ക് നല്ലോണം ക്ലെൻസ് ചെയ്യാനും മുടി നല്ലോണം ഗ്രോത്ത് വരാനും അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യും എപ്പോഴും മുട്ടയിലാണ്. മുട്ട ഫുള്ളായിട്ട് എടുക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതിൽ നിന്ന് കുറച്ച് എടുക്കും, നന്നായി മിക്സ് ചെയ്യും, തലയിൽ അപ്ലൈ ചെയ്യും. മെയിനായിട്ട് ഇവിടെയൊന്നും അങ്ങനെ അധികം ഇടില്ല. മെയിനായിട്ട് ഇത്രയും ഒരു ഭാഗത്താണ് ഇടുക. ഇവിടെയാണ് എപ്പോഴും നമുക്ക് ആ ഒരു പ്രോബ്ലംസ് മാറാനാണെങ്കിലും മുടി ഗ്രോത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ റൂട്ടിലാണ് അപ്ലൈ ചെയ്യുന്നത് നല്ലത്. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ടിട്ട് കെട്ടി വെക്കും. ഒരു 10-25 മിനിറ്റ് വെക്കും, വാഷ് ചെയ്യും. അപ്പം നിലാസറിപ്സിന്റെ ഷാമ്പും കണ്ടീഷണർ ഉണ്ട്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഷാമ്പും കണ്ടീഷണറാണ് ഞാൻ ഇടാറ്. അതായത് ഹിബിക്കസ് ആൻഡ് അവക്കാഡോ ഷാമ്പുവും അതുപോലെ നമ്മുടെ അലോവേര കണ്ടീഷണറും ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. എന്താ പറയാ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മറ്റുള്ള ഷാമ്പൂലൊക്കെ ഒരുപാട് ഇടുമ്പോഴേക്കും അങ്ങോട്ട് പതഞ്ഞ് നമ്മുടെ മുടി വല്ലാണ്ട് ഫ്രിസിയാക്കി മാറ്റണ രീതിയിലേക്കല്ല നമുക്ക് സ്ഥിരമായി ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഷാമ്പും കണ്ടീഷണറും. അത്രയും എന്താ പറയാ ഹെർബലായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത് വെച്ച് വാഷ് ചെയ്യും. അങ്ങനെയാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് ഹെയർ സിറം അപ്ലൈ ചെയ്യും, മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സിറത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് അത്ര യൂസ്ഫുൾ ആണ്. ഇത് ജസ്റ്റ് ഇത് വാട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കഴുകി കളയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ചിലരൊന്നും എന്നും തല കഴുകാത്തവർ, അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ജോലിക്ക് പോകണവർ, തിരക്കുള്ളവർ, ഇതുപോലെ കുഞ്ഞു വാവകളൊക്കെ ഉള്ള അമ്മമാർ, നമുക്ക് മര്യാദയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു പാമ്പറിംഗ് ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇത്. ജസ്റ്റ് കിടക്കണ നേരത്ത് ജസ്റ്റ് ഒന്ന് സ്കാൾപ്പാണ് മെയിനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്ന് നമ്മുടെ ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്നൊരു മസാജ് കൊടുത്തിട്ട് രാത്രി ആകാനും മുടി വിടർത്തിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കെട്ടി വയ്ക്കുക. അത്രയും മതി. ഇപ്പോൾ രാവിലെയും ചെയ്യാം രാത്രിയും ചെയ്യാം. ഇപ്പോൾ രാവിലെ നമ്മൾ കുളിച്ചിട്ടൊക്കെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വിടർത്തിയിട്ടിട്ട് നമുക്ക് ബാക്കി എന്താ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുടി കെട്ടിയിട്ട് പോവാം. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഈ ഒരു ഹെയർ സിറം ട്രൈ ചെയ്യട്ടെ. നമ്മുടെ ഹെർബലാണ്, വാട്ടർ ബേസ്ഡ് ആണ്. ഇതിൽ ഭൃംഗരാജ് പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മുടി നല്ലോണം ഷൈനി ആക്കി വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഗ്രോത്ത് വെക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കേട്ടോ ഈ ഒരു ഹെയർ സിറം. അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ തുടങ്ങിയ പിന്നെ മുട്ടയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു 3-4 മുട്ട വരെ ഒരു ദിവസം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. എൻ്റെ മുടിക്ക് നല്ല രീതിക്ക് തന്നെ തിക്നെസ് വെക്കാനും മുടിക്ക് ഗ്രോത്ത് വരാനും അതും ഉള്ളിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണം. നമ്മുടെ നിലാസർപ്സിന്റെ സ്മൂത്തി പൗഡർ ഇല്ലേ, അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അതിൽ നമുക്ക് ഒരുപാട് നട്ട്സ്, ഒരുപാട് വാരി വലിച്ച് കുറേ നട്ട്സുകൾ ഇടുന്നതല്ല, നമുക്ക് ആവശ്യമുള്ള പംകിൻ സീഡ് പോലുള്ള അതുപോലെ തന്നെ ആൽമണ്ട് അതൊക്കെ നിശ്ചിതമായ ഒരു അളവുണ്ട്. ആ അളവിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് അതൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ല രീതിക്ക് ഒമേഗ ഒക്കെ കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുക. നമ്മൾ 1-2 ദിവസം കഴിച്ചിട്ട് ഒന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഒരു റുട്ടീനിൽ നമ്മളത് ആഡ് ചെയ്യുക. നമ്മുടെ ഫുഡ് റുട്ടീനിൽ ആ ഒരു സമീകൃത ആഹാരം, അതായത് എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം. പ്രോട്ടീൻ കൂടുതൽ കിട്ടുമ്പോൾ മുടിക്കും അത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുന്നൊന്നും ഞാൻ അത്രയൊന്നും എഗ്ഗൊന്നും കഴിച്ചായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എടുത്ത് പറയണം തോന്നി. പിന്നെന്ന് പറഞ്ഞാൽ ഹോം റെമഡീസ് ചെയ്യുന്നുണ്ടായിരുന്നത്
ഞാൻ അലോവേര എന്തായാലും എൻ്റെ ഹെയർ കെയറിൽ അലോവേര, അതായത് ഫ്രഷ് അലോവേര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കീഴാർനെല്ലിയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്തോ, കാരണം അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഉണ്ടല്ലോ, ഞാനൊരു കീഴാർനെല്ലിയുടെ ഹെയർ സെറം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് ഒരു 2 ആഴ്ചയായപ്പോഴേക്കും എനിക്ക് നല്ല റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, മുടി കൊഴിച്ചിലും ഒക്കെ 80% ഒക്കെ പെട്ടെന്ന് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നല്ലതാ. പിന്നെ ഈ കീഴാർനെല്ലി അലോവേരയും കൂടെ അരച്ച് നമുക്ക് തല കഴുകാനും പാക്കായിട്ടും നമ്മുടെ പാക്കുകളിൽ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കത് ട്രൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും അത് ട്രൈ, അത്രയും നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനായിട്ട് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും, മുടി വളരാനും റീഗ്രോത്തിനും നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. മുട്ട പിന്നെ ഞാൻ എൻ്റെ ഹെയർ പാക്കിൽ വെറുതെ ആണെങ്കിൽ ഇടാറുണ്ട്. അത് മുട്ട വിട്ടിട്ടുള്ളൊരു കളി ഉണ്ടായിരുന്നില്ല, ഞാൻ തലയിൽ ഇടാറുണ്ട്. കാര്യം ശരിയാണ്, പൈസ ഒക്കെയാണ് മുട്ട, ഇപ്പോൾ ഭയങ്കര വില കൂടി മുട്ടയ്ക്ക്. എന്നാലും നമ്മളെന്തായാലും കഴിക്കാൻ വേണ്ടി, ഇപ്പം ഞാനും ഹസ്ബൻഡും ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അത് ഉപയോഗിക്കും മുട്ട. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം വാങ്ങി വെക്കലുണ്ട്. വേറെ ഒന്നും മേടിച്ചില്ലെങ്കിൽ അത് വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, മുട്ട തലയിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹെയർ ഗ്രോത്ത്. ഇപ്പം നല്ല രീതിക്ക് തന്നെ ഷൈനി, പിന്നെ അതുപോലെ പിന്നെ മുട്ട എനിക്ക് ഭയങ്കര നല്ലതാണ് മുടിക്ക്. ഞാനങ്ങനെ ടൂൾസ് ഒന്നും, അതായത് എന്താ പറയുക, ഹെയർ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഐ മീൻ നമ്മുടെ സ്ട്രൈറ്റനിങ് കേളി വല്ലപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതായത് വളരെ 1-2 പ്രാവശ്യം മാത്രമായിരിക്കും ചുരുട്ടിയതോ നീർത്ത പിന്നെ എനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷെ ബ്ലോ ഡ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും ഞാൻ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. അതാണ് അതിൻ്റെ മെയിൻ കാരണം. എന്താ വെച്ചാൽ ഈ മുട്ട ഇടുമ്പോൾ തന്നെ എൻ്റെ മുടി നല്ലോണം ഒരു ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഫീലാണ്. നല്ല അങ്ങനെ എന്താ പറയുക, ഡബിൾ വോളിയം ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യും നല്ല രീതിക്ക് തന്നെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് പരമാവധി ഒഴിവാക്കിയൊക്കെ ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭംഗി അറിയാം, നമുക്ക് ഓരോ രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നല്ല ഭംഗിയാണ്. പക്ഷേ നമുക്കത് ഇപ്പോഴൊന്നും അറിയില്ല, കുറച്ചും കൂടി കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വിവരം മനസ്സിലാവും. ഇപ്പം നമ്മൾ മറ്റുള്ളവർ ചെയ്യണം കണ്ടിട്ടും ഒക്കെ നമുക്ക് തോന്നും, പക്ഷേ ചെറിയൊരു കടിഞ്ഞാണ് എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഈ കളറിങ് ഇപ്പം എനിക്ക് ഒരുപാട് കൊളാബറേഷൻ വരുന്നുണ്ട്, ഗാനിയറിൻ്റെയും അതുപോലെ തന്നെ ലോറിയലിൻ്റെയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും എടുക്കാറില്ല. ഞാൻ പിന്നെ അങ്ങനെ കൊളാബറേഷൻ എല്ലാം എടുക്കാറില്ല. ഇപ്പം എന്നെ വിളിക്കുന്ന മലയാളി എന്താ പറയുക ആളുകളാണെങ്കിൽ, കൊളാബറേഷന് വേണ്ടി വിളിക്കുന്നവനാണെങ്കിൽ പോലും അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ പറയും ഞാൻ എല്ലാം എടുക്കാറില്ല, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അത്രയും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും എടുക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ കളറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അത് കുറേയധികം പരീക്ഷണങ്ങൾ മുടിയിൽ ചെയ്യാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോ കാണുന്നില്ലേ, ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് വിചാരിക്കാറുണ്ട് കേട്ടോ, ഭാഗ്യം പോവാഞ്ഞ ചെയ്യാഞ്ഞെന്നൊക്കെ. കാരണം എനിക്ക് ഒരുപാട് സലൂണിൽ നിന്നൊക്കെ എനിക്ക് വരാറുണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റുകൾക്കും കാര്യങ്ങൾക്കും. എനിക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും, കളറിങ് ചെയ്ത് കിട്ടും, അതുപോലെ എല്ലാം ചെയ്ത് കിട്ടും. പക്ഷേ ഞാൻ പോവാറില്ല എന്നുള്ളതാണ്. ഞാനത് അവരെ നല്ല രീതിക്ക് അവരെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ ഓഫർ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു രസത്തിനൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യില്ല എന്നല്ല കേട്ടോ. മുടി നരയ്ക്കുന്ന കാലത്ത് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് മുടി നല്ലോണം നരയ്ക്കട്ടെ. ഞാൻ നരച്ച് കഴിഞ്ഞാൽ കളറിങ്ങും കാര്യങ്ങളൊന്നും പരമാവധി ഒഴിവാക്കണ്ട, അങ്ങനെ തന്നെ നരച്ച സോൾട്ട് പേപ്പറായിട്ട് നടക്കാതാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു തവണയെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മുടി നല്ലോണം നരച്ച് വരുമ്പോൾ കുറേയൊക്കെ എപ്പോഴാണ് നരയ്ക്കാന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഒറ്റ കളർ ഫേസിന് ചേരുന്ന ഒരു കളർ ഒരു ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം അങ്ങനെ. അപ്പം ഞാൻ എപ്പോഴും പറയാനോടെ ചേട്ടൻ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ കൊളാബറേഷൻ നമുക്ക് പൊക്കൂടടി നല്ലതല്ലേ, അവരിങ്ങോട്ട് ഇപ്പോൾ ചിലപ്പോൾ പൈസയും തരും, നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സർവീസും കിട്ടും. അപ്പം ഞാൻ പറയാം വേണ്ട, അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇപ്പം ഇല്ല, പിന്നെ ആവട്ടെ എന്ന്. കാരണം വെച്ചാൽ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോണ്, അപ്പം അതങ്ങനെ പോട്ടെ, അങ്ങനെയാണ്. അപ്പം അതാണ് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക വിഷമിച്ചോ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇനി അതിനൊന്ന് നേരെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു ലൂപ്പാന്ന് പറയും, നാൾ വീഡിയോ കണ്ടിരുന്നു. ഹെയർ സ്ട്രൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് നാശാവുക, വീണ്ടും നമ്മളൊന്നും മുടി നേരെ വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു ടെൻഡൻസി വരും, വീണ്ടും ഇതിലേക്ക് പോവും, അങ്ങനെ ഇതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നാശമായിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി പിന്നെ വളർത്തണം, അല്ലെങ്കിൽ നോർമലാക്കി മുടിനെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. ട്രീറ്റ്മെൻറ്റുകളും പരമാവധി ഒഴിവാക്കുക.
അത്രയേ വിഷയമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ നേരിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.